രാവിലെ തന്നെ ഫ്രിഡ്ജിൽ ഇരുന്ന മീനെടുത്ത് വെള്ളത്തിൽ ഇട്ട് കേട്ടോ. ഞവര മീനാട്ടോ. നിങ്ങളവിടെയൊക്കെ ഈ മീനിന് എന്താ പറയുന്നത്? ഞങ്ങൾ ഞവരേന്നാട്ടോ പറയുന്നത്. പലയിടത്തും പല പേരാട്ടോ ഈ മീനിന് പേര് പറയുന്നത്. നിങ്ങളവിടുത്തെ പേരെന്താന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ മീൻ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാട്ടോ. ഇതിന്റെ സ്കെയിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ആക്കണം. ഇവിടെ അത്രയും തെറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ മീൻ കറിയിൽ നിന്ന് തേങ്ങ അരച്ചാട്ടോ വെക്കുന്നത്. മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് അങ്ങ് വെക്കാന്ന് കരുതി. കുറേ ദിവസമായിട്ടോ തേങ്ങ അരച്ച് മീൻകറി വെച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഈ മീൻ തേങ്ങ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതങ്ങ് കലക്കി വെച്ചേ. അപ്പോൾ ഞാൻ ഈ മീൻ കട്ട് ചെയ്തെടുത്തപ്പോൾ ഒരു മീൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തത് കേട്ടോ. പക്ഷെ അതും കൂടെ എടുക്കുമ്പോൾ മീൻ കുറവായിട്ട് 2 മീനുണ്ടായിരുന്നു. പക്ഷെ കട്ട് ചെയ്തെടുത്തപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കറി വെക്കില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഇനി ഫ്രൈക്ക് വേണ്ട, കറി അങ്ങ് വെക്കാന്ന്. മീൻകറി കലക്കി വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഓർത്തു ഈ ചട്ടി പൊട്ടിയ ചട്ടി കേട്ടോ. ഇതിന്റെ അടി ലീക്ക് ആവുന്നില്ല, പക്ഷെ ഫുൾ ഇങ്ങനെ പൊട്ടിയിരിക്കുവാണ്. അപ്പോൾ എപ്പോൾ വേണോ ചൂടടിക്കുമ്പോൾ പൊട്ടി വരാൻ കേട്ടോ. അതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കണമെന്ന് വെച്ചിട്ട് വേറൊരു ചട്ടിയിലോട്ട് മാറ്റി അങ്ങ് വെച്ച് കേട്ടോ. കുറച്ച് കൊഞ്ച് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ മീൻ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അത് അങ്ങ് മസാല പുരട്ടി അങ്ങ് അടച്ചു വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ കറി. അപ്പോൾ അതിലേക്ക് ആ മീനും ഇട്ട് കൊടുത്ത് അങ്ങ് അടച്ചു വെച്ചു. എന്നിട്ട് കുറച്ച് പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഇന്ന് പിന്നെ വേറെ ഒന്നും കറി വെക്കാനില്ല കേട്ടോ. കാരണം ഇന്നലെ വെച്ച അവിയലും ചോറും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. തേങ്ങ അരച്ച മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. അപ്പം അതും ചോറും മാത്രം മതി. അപ്പോൾ അവിയലും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചേ. പിന്നെ നമ്മുടെ ഹാൻഡ് വാഷ് തീർന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് അങ്ങ് വെച്ച് കേട്ടോ. എന്നിട്ട് ഇന്നിപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ച് ഇവിടെ എല്ലാം അങ്ങ് കഴുകി ഇറക്കാമെന്ന് കരുതി കേട്ടോ. കാരണം കുറേ ഓയിലൊക്കെ വീണ് അതിങ്ങനെ ഗ്ലേസിംഗ് ഒക്കെ മാറിയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സോപ്പിട്ട് നല്ലപോലെ കഴുകി അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇട്ട് കേട്ടോ. കിച്ചൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി നല്ല ക്ലീൻ ആക്കി കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ കാണുമ്പോൾ. കാരണം ഇവിടെ എനിക്കിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് പ്ലേറ്റ്സ് ഒന്നും വരാൻ പാടില്ല കേട്ടോ. ഇതിങ്ങനെ ഒരു സാധനം കിച്ചണിൽ ഇരിക്കാൻ പാടില്ല കേട്ടോ. ഗ്യാസും എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് വെക്കണം. പണ്ട് വീട്ടിൽ ഞാൻ ഇത് ചെയ്യും കേട്ടോ. വീട്ടിൽ ഞാൻ ചെയ്യുന്നൊരു പടിയാണ് കേട്ടോ. വീട് ഫുള്ള് ക്ലീൻ ചെയ്യുന്നതും ഈ കിച്ചണിൻ്റെ ഈ ടൈലും വോളും എല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്ത് തുടച്ച് കിട്ടും കേട്ടോ. എന്നിട്ട് അവിടെ ഇരിക്കുന്ന പ്ലേറ്റ്സും എല്ലാം ഞാൻ എടുത്ത് മാറ്റും കേട്ടോ. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഏട്ടനോട് പറഞ്ഞത് ഈ പ്ലേറ്റ് ഒന്ന് എടുത്ത് പൊക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്ന് വാഷ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്ന് എന്നെ പൊക്കാനായിട്ട് വന്നിരിക്കും കേട്ടോ. ഇതിനു മുമ്പ് അങ്ങനെ വീട്ടിൽ കുക്കിങ്ങിന് കയറണ്ടല്ലോ. കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല, അമ്മ തന്നെയാണ് ഫുള്ള് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ മൂഡ് വരുന്ന സമയത്ത് ഞാൻ കിച്ചണിൽ കയറി ഫുള്ള് കിച്ചൺ ക്ലീൻ ചെയ്യും. ഞാൻ ക്ലീൻ ചെയ്തിരുന്ന ദിവസം പിന്നെ അവിടെ പ്ലേറ്റ്സ് ഒന്നും ആർക്കും വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഗ്ലാസ് പോലെ ഇവൻ ചായ കുടിച്ചിട്ട് ആരെങ്കിലും കൊണ്ടുവച്ച് ഞാൻ അപ്പം എടുത്ത് മാറ്റും കേട്ടോ. അന്നൊരു ദിവസം ഫുള്ള് നീറ്റ് ആയിട്ട് കിടക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിയൊക്കെ നല്ല തിളച്ച് വറ്റി വന്നിട്ടുണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിൽ കടുവും കൂടെ താളിച്ചാൽ മതി. ഫുഡൊക്കെ കഴിച്ചിട്ട് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് പോയിട്ടുണ്ട്. എൻ്റെ ഐബ്രോ ചെയ്യാനുണ്ടായിരുന്നേ, മൈക്രോ ബ്ലൈഡിങ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട് 3 years മുമ്പ്. ഇന്നിപ്പോൾ ഒന്നും കൂടെ റീടച്ച് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഷവർമ്മ മേടിച്ചു കേട്ടോ. ഷവർമ്മ മേടിച്ചിട്ട് വണ്ടിയിൽ ഇരുന്ന് തന്നെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐബ്രോ ചെയ്യാനുണ്ടെങ്കിൽ ഈ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്യും. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടേ.